നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവറുഹ റോഹ വരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് വന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ എന്താച്ചാല്, ഒരു ശക്തിയാർന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാട്. ഈ വഴിപാട് വന്നിട്ട് ആർക്ക് വേണോ എപ്പോ വേണോ ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് കാളി വഴിപാട്. കാളി എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നിറയെ വകയിലുണ്ട്. നമുക്കറിയുന്നത് കാളി, ഭദ്രകാളി ഇതൊക്കെയല്ലേ. എന്നാല് കാളിയിലിരിക്കുന്ന പല വകയായ കാളിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓരോരോ തലത്തിലുള്ള, അതായത് പല പല രീതിക്കുള്ള ബലങ്ങളാണ് നമുക്ക് തരുന്നത്. ആ വകയില് ഒരു കാളിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ദക്ഷിണകാളി എന്നാണ് പറയുന്നത്. നോർമലി ഈ ദക്ഷിണകാളിയെ നമ്മൾ സാധാരണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനേ നമുക്കൊരു നല്ല കാലം വരണം എന്നാണ്. ഇപ്പോ നമുക്ക് ഈ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോകാൻ ദേവി നമ്മളെ വിളിക്കും എന്നൊരു ഐതിഹ്യം കേട്ടിട്ടില്ലേ? ദേവി വിളിച്ചാൽ നമ്മൾ അവിടെ എത്തപ്പെടും. അല്ല, നമ്മൾ തീരുമാനിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമുക്കൊരു നല്ല നേരം വരണം ദക്ഷിണകാളി ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ദക്ഷിണകാളിയെ മനസ്സിൽ ഇങ്ങനെ വരുന്നതിനെ ഒരു നല്ല കാലം വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലേ വരൂ എന്നാണ് നമുക്ക് അത് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ദക്ഷിണകാളിയുടെ ജോലി വന്ന് എന്താച്ചാല്, അതായത് പെട്ടെന്ന് നമ്മുടെ മേലെ ഒരു പഴി ചാരുന്നു, നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം, അത് നമ്മൾ ചെയ്തെന്ന് തെറ്റ് നമ്മൾ ചെയ്തു എന്നുള്ളത് നമ്മുടെ തലയിലാവുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ആവശ്യമില്ലാതെ ഇങ്ങനെ റൂമേഴ്സ്, ഒരാളെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത്, അങ്ങനെയുള്ള മോശപ്പെട്ട കെട്ട വിഷയങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്, പരത്തുന്നത്, അപ്പുറം വന്നിട്ട് കള്ളം പറയുന്നത്. ഇങ്ങനെ പൊതുവെ പറയുവാണെങ്കിൽ അനീതികൾ, അതായത് തെറ്റായ കാര്യങ്ങൾ അവർ വന്ന് പൊറുക്കേയില്ല. എന്തൊരു തെറ്റായാലും ശരി, നമ്മളത് ചെയ്തിട്ട്, അനീതി നമ്മൾ ചെയ്തിട്ട് അവരുടെ മുന്നേ വന്ന് എത്ര കരഞ്ഞു കാല് പിടിച്ചാലും കാര്യങ്ങളൊന്നും അവര് പോസിറ്റീവായിട്ട് തരത്തില്ല. എന്നാല് നമ്മള് ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ തലയ്ക്ക് വന്നാല്, ഇങ്ങനെ അവരെ കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചാല്, ഞാൻ ചെയ്യാത്ത കാര്യം എന്റെ തലയ്ക്ക് വന്നിരിക്കുന്നു എന്ന് അമ്മനെ എന്ന് അപേക്ഷിച്ചാല്, നമ്മൾ കരഞ്ഞപേക്ഷിക്കുമ്പോ ആ ദൈവം വന്നിട്ട് താങ്ങേയില്ല. അങ്ങനെയുള്ള ഒരു ദൈവമാണ് ദക്ഷിണകാളി അമ്മൻ. ശരിയാ? ദക്ഷിണകാളിയുടെ വഴിപാട് നമ്മൾ ചെയ്യാനേ നമുക്കൊരു നല്ല കാലം വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇമ്മീഡിയറ്റ് റിസൾട്ട് തന്നെ കിട്ടും. ഉടനെ തന്നെ അവർ വന്നിട്ട് അവരുടെ പവർ കാണിച്ചു തരും. അവരുടെ പവർ വന്നിട്ട് അതുമാതിരി, ദാറ്റ് മീൻസ് സൂപ്പർ പവർ എന്ന് പറയൂലേ, അതുപോലെ. ഇന്ന് നിങ്ങൾ ചെയ്താല് നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ പവർ അമ്മനിൽ നിന്നും ദക്ഷിണകാളിയിൽ നിന്നും കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെ ചില പവർ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ പ്രാർത്ഥിക്കുന്നതിന് ഒരു ചില മുറകളുണ്ട്. ഈ കാളിയെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, മീൻസ് എന്താ, കാളിക്ക് വന്നിട്ട് ഒരു പഴക്കം ഇരിക്കുന്നുണ്ട്. എനിക്ക് നീ എന്ത് ചെയ്യും, എനിക്ക് നീ എന്ത് തരും. ശരിയാ? ഞാൻ ചോദിക്കുന്നത് നീ കൊട്, നീ ചോദിക്കുന്നത് ഞാൻ തരാം. നീ എനിക്കിത് താ, ഞാൻ നിനക്ക് വേണ്ടിയത് ഞാൻ തരാം. അങ്ങനെ ഒരു മെന്റാലിറ്റി. ശരിയാ? അങ്ങനെയാണ് ഈ ദൈവത്തിന്റെ വഴിപാട് ഇരിക്കുന്നത്. മെയിനായിട്ട് ഈ ദക്ഷിണകാളി വഴിപാട് എന്നിട്ട് കേരളത്തിന് പുറത്താണ് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാല്, ബലി കൊടുക്കും. ബലി വെച്ചാണ് ഈ സ്വാമിയെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ കാളിയെ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബലി വെച്ചിട്ടാണ്. ബട്ട് നമുക്ക് വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നമുക്കത് ചെയ്യാൻ ഒക്കത്തില്ല. ബലി എന്നത് ഇപ്പോ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, അങ്ങനെ പല വകയിലുണ്ട്. ഈ ദൈവത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ, അമ്മനക്ക് നിങ്ങൾ വഴിപാട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് വേണ്ട തിങ്, അതായത് പൊരുൾ എന്താച്ചാല് ഒരു ലെമൺ ആണ്, ചെറുനാരങ്ങ, ഒരു എലുമ്പിച്ചപ്പഴം. ശരിയാ? ഇപ്പോ ലെമൺ ഇല്ലെങ്കിൽ നിങ്ങൾ പൂശണിക്ക് എടുത്താലും മതി, രണ്ടിലേതോ ഒന്ന് എടുത്തോളുക. ഞാന് ലെമണാണ് പ്രിഫർ ചെയ്യുന്നത്, ലെമണാണ് എടുത്തിരിക്കുന്നത്. ശരിയാ? തീർച്ചയായും രണ്ടിലൊന്ന് വേണം. വഴിപാട് തീരുമ്പോൾ നമ്മൾ ഇത് വെച്ച് അമ്മനക്ക് ചെയ്യേണ്ട ഒരു മുറ ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റിൽ പറയാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, നിങ്ങളുടെ വീട്ടില് പൂജ അറയില് അമ്മയെ മനസ്സിൽ കരുതി ഒരു ദീപം വെച്ചോളുക. അത് എന്ത് വിളക്കിൽ വേണമെങ്കിലും വെക്കാം. ഇടിഞ്ഞിലോ, മീൻസ് മൺവിളക്കിലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിളക്കിലാണോ അതിൽ വെക്കാവുന്നതാണ്. ബട്ട് അത് തനിയെ തന്നെ നിങ്ങൾ വെച്ചോളുക. അത് അപ്പോൾ അതിന് കംഫർട്ടബിൾ ആയിട്ട് ഞാൻ അകൽ വിളക്കേ ചൂസ് ചെയ്യുള്ളൂ, അതായത് മൺവിളക്കേ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അത് തന്നെ ചൂസ് ചെയ്തോളൂ. വേറൊന്ന്, നിങ്ങൾ മുന്നാടി വെച്ച അകൽ വിളക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല, പുതിയത് തന്നെ എടുത്തോളുക.
പുതിയൊരു അകൽവിളക്ക് എടുത്തു വെച്ച് വഴിപാട് ചെയ്യണം. പ്ലസ് അതിന്റെ കൂടെ വേറൊരു വിഷയം എന്താ വെച്ചാല്, ദക്ഷിണകാളി വഴിപാടിന് നിങ്ങൾ ആ അമ്മനോട് മനസ്സുരുക്കി എന്ത് ചോദിക്കുന്നുവോ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ അമ്മനോടെ ഫോട്ടോ എന്നും വെച്ച് നിങ്ങൾ വഴിപാട് ചെയ്യാൻ പാടില്ല. മനസ്സിൽ നിങ്ങൾ എന്ത് നിങ്ങളുടെ ആവശ്യം എന്തോ അത് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അമ്മനോടെ ഫോട്ടോയ്ക്കോ അങ്ങനെയൊന്നും വഴിപാട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ ഇടിഞ്ഞിലില് ദീപം വെച്ച് വഴിപാട് ചെയ്തോളുക. അഥവാ നിങ്ങളുടെ വീട്ടില് ദക്ഷിണകാളി അമ്മനോടെ ഫോട്ടോ ഇരുന്നാൽ നിങ്ങളെടുത്ത് മാറ്റിയിട്ട് ഇത് ദീപം വെച്ച് മാത്രം വഴിപാട് ചെയ്തോളുക. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ട വെച്ചാല്, ഈ നമ്മള് ഇടിഞ്ഞലില് ദീപം വെച്ചല്ലോ, ഈ ദീപത്തിന്റെ മുന്നേ നമ്മൾ ഒരു തട്ടോ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു പേപ്പറോ വെച്ചിട്ട് ചുവപ്പ് നിറ കുങ്കുമം കൊണ്ട് ദക്ഷിണകാളിക്ക് വന്നിട്ട് മൂലമന്ത്രം എന്നൊന്നിരിക്കുന്നുണ്ട്. ഈ മൂലമന്ത്രം വന്നിട്ട് ഭയങ്കര പവർഫുൾ. എല്ലാ ദൈവത്തിനും മൂലമന്ത്രം ഇരിക്കുന്നുണ്ട്. അത് വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷയം. ആ വകയിൽ നോക്കുമ്പോൾ ഈ മന്ത്രം വന്നിട്ട് ഒത്തിരി പവർഫുള്ള്. ഇപ്പോ ഞാൻ സ്ക്രീനിൽ മന്ത്രം കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെ ചൊല്ലണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാം, പക്ഷെ ശ്രദ്ധിച്ച് കേട്ടോളുക, എഴുതി വെച്ചോളുക. ഒരേ മാതിരിയാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓരോരോ എഴുത്തേ അതിൽ മാറിയിരിക്കുന്നുള്ളൂ. പ്രൊനൗൺസിയേഷൻ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാമേ ബീജമന്ത്രം കൊണ്ട് ഉരുവാക്കണത്. ശരിയാ? ശക്തിവാർന്ന മൂലമന്ത്രം, ബീജമന്ത്രങ്ങളാൽ കോർത്തിണക്കപ്പെട്ട മൂലമന്ത്രം. ഓം ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം ദക്ഷിണേ കാളികേ ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം സ്വാഹ. ഓം ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം ദക്ഷിണേ കാളികേ ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം സ്വാഹ. ഒന്നുകൂടെ ചൊല്ലിത്തരാം. ഓം ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം ദക്ഷിണേ കാളികേ ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം സ്വാഹ. ഇതില് ഹ ക ഈ പ്രൊനൗൺസിയേഷനൊക്കെ ഒന്ന് നോക്കി ചൊല്ലിക്കൊള്ളുക. പ്രൊനൗൺസിയേഷൻ വന്നിട്ട് ഇങ്ങനെ മറഞ്ഞു വരും. അത് നിങ്ങൾ ചൊല്ലി തുടങ്ങുമ്പോഴും മനസ്സിലാവും. ശരിയാ? ഇത് നിങ്ങൾ ആദ്യം എഴുതി വെച്ചിട്ട് നന്നായിട്ട് പഠിച്ച് എന്നിട്ട് ചൊല്ലിക്കൊള്ളുക. ഈ മന്ത്രത്തെ വന്നിട്ട് നിങ്ങൾ 11 തവണ ചൊല്ലണം. അതിൽ കുറഞ്ഞു ചൊല്ലിയിട്ട് കാര്യമില്ല. 11 തവണ, അതിൽ കൂടുതൽ എത്ര വേണേലും ചൊല്ലാവുന്നതാണ്. ശരിയാ? ബട്ട് 11 കൂടുതൽ ചൊല്ലണമെന്നുള്ളവർ മാത്രം ചൊല്ലിക്കൊള്ളുക. 11 അത് മതി തൽക്കാലം. ശരിയാ? എപ്പോ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നാലും 11 മുറ ഈ മന്ത്രം ചൊല്ലണ മാതിരി നിങ്ങൾ നോക്കിക്കൊള്ളണം. മറന്നു പോവരുത്. ഏത് വിഷയം നിങ്ങൾക്ക് നടക്കണോ അത് മനസ്സിലെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മന്ത്രം വന്ന് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. ഏതെങ്കിലും ഒരു ജോലി, നല്ലൊരു ജോലി കിട്ടണം, ഇല്ല ഈ പഴിയൊക്കെ പറഞ്ഞ് എന്നെ അപകീർത്തിപ്പെടുത്തുന്നത് നിർത്തണം, ഈ പറഞ്ഞവരെ വന്നിട്ട് എന്റെ മേലെ അത് ചുമ്മാ പറഞ്ഞതാണ് എന്ന് ഒത്തുവരണം, അങ്ങനെയൊക്കെ പറയൂലേ. അവരൊരു കള്ളം പറഞ്ഞു എന്നാൽ അവരത് പറഞ്ഞു എന്ന് ഒത്തു വന്നിട്ടേ ഇല്ല, എന്നാൽ തെറ്റി എന്റെ ഭാഗത്തുനിന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ധാരാളം നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഈ അമ്മനെ, ഈ കാളി, ദക്ഷിണകാളി നിങ്ങൾ വഴിപെടുമ്പോൾ അവരെ വന്നിട്ട് അവരാണ് തെറ്റ് ചെയ്തത്, കള്ളം പറഞ്ഞത് അവരാണ് പഴി പോടിയത് എന്ന് അവരെ വന്ന് നിങ്ങൾ കൂടെ ചേർന്ന് പറയും. മീൻസ് ആരുടെ കൂടെയാണ് അവർ പറഞ്ഞത് അവരുടെ കൂടെ പോയി പറയും. ആ കുട്ടിയല്ല അത് ചെയ്തത്, ഞാനാണ് ചെയ്തത്, എനിക്ക് പറ്റിയ തെറ്റാണ്, ക്ഷമിക്കണമെന്ന് അവരോടത് പറയും. ശരിയാ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാല് ഈ മന്ത്രം, ഈ ദക്ഷിണകാളി ദേവിയെ ഒക്കെ വഴിപെടുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചെയ്തോളുക. ഈ അമ്മയോട് നമ്മൾ ചോദിക്കുമ്പോൾ സൂപ്പറായിട്ട്, നിങ്ങൾ സൂപ്പർ പവർ എന്ന് കേൾക്കുന്നില്ലേ, അതുപോലെ വന്ന് ഇത് വർക്കൗട്ട് ആവും. അമ്മ നിങ്ങൾക്ക് സെഞ്ചു തരും. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് വന്നു ചേരും. അതെങ്ങനെ വെച്ചാല്, ഈ തെറ്റ് ചെയ്തവർക്ക് ഒരു ശിക്ഷ അമ്മ കൊടുക്കും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അമ്മ ഒരു ഡാൻസ് ആടി, നടനമാടിയാണ് അവർക്ക് ആ പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഇത് ഐതിഹ്യം പറയുന്നതാണ്. മോസ്റ്റ് ഓഫ് ദി ടൈമും ഇത് നടന്നും ഫലിച്ചിട്ടുണ്ട്. ശരിയാ? നിങ്ങൾ വന്നിട്ട് ഈ പനിഷ്മെന്റ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട് അവരെ വന്നിട്ട് അവരുടെ ലൈഫ് നശിപ്പിക്കുന്നു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അവർക്ക് ചെറിയ രീതിയിൽ അവർ കള്ളം പറഞ്ഞു, അതുകൊണ്ട് അതിന് ചെറിയ രീതിയിൽ ഒരു അവരെ ഡാമേജ് ആകുന്ന മാതിരി, അവർ കള്ളം പറഞ്ഞൊന്നും മറ്റൊരാൾ മനസ്സിലാക്കുന്ന മാതിരി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും.
മീൻസ് അവർ ചെയ്ത തെറ്റ് അവർ തന്നെ ചെയ്തു എന്ന് അവർ ഒത്തുവരുന്ന മാതിരി ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആവും. അങ്ങനെ അത് നിരൂപിച്ച് കാണിക്കുമ്പോൾ ആ അമ്മ വന്നിട്ട് ആനന്ദ താണ്ഡവമാടും. ശരിയാ? ആനന്ദ താണ്ഡവമാടി, ദാറ്റ് മീൻസ് അത് പ്രൂവ് ചെയ്യുന്നതിൽ ആ അമ്മയ്ക്ക് അത്രയ്ക്കും സന്തോഷമായിരിക്കും എന്ന്. അങ്ങനെയുള്ള ഒരു ദൈവമാണ് ദക്ഷിണകാളി. ഒത്തിരി ഒത്തിരി അരുമയായ ദൈവം. മനസ്സിലേ നനച്ച് നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളുക. ഇവര് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അത് മറ്റൊരാളെ ദ്രോഹിക്കുന്ന രീതിക്കുള്ളതാകരുത്, നേർമയായിരിക്കണം. ചോദിച്ചാലും അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. ഇത് വന്നിട്ട് ഇങ്ങനെയുള്ള അനീതികൾക്ക് മാത്രമല്ല ഈ ദക്ഷിണകാളി അമ്മ നമ്മളെ സഹായിക്കുന്നത്. ഏതെങ്കിലും ഒരു മുഖ്യമായ കാര്യം നമ്മുടെ ലൈഫിൽ നടക്കണ വെച്ചാലും നിങ്ങൾ ഇത് മനസ്സിൽ കരുതിയിട്ട് ധാരാളമായിട്ട് അമ്മയെ വഴിപെട്ടോളുക. മറക്കരുത്, 11 തവണ മന്ത്രം ചൊല്ലിക്കൊള്ളുക. നിങ്ങൾക്ക് ധാരാളമായിട്ട് അമ്മയെ വഴിപാട് ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് ചെയ്യുന്നതിന് ഒരു ചില ദിവസങ്ങളുണ്ട്. അത് വന്നിട്ട് വെള്ളി, ഞായർ, ചൊവ്വ, ബുധൻ, പിന്നെ അമാവാസ്യ, പൗർണമി, അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അമ്മയെ വഴിപെടാവുന്നതാണ്. എന്നാൽ ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള നാളുകൾ ഏതെന്ന് നോക്കിയാല് വെള്ളി, ചൊവ്വ, അമാവാസ്യ, പൗർണമി, അഷ്ടമി, തേയ്പിറ അഷ്ടമി, വളർപ്പിറ അഷ്ടമി, അങ്ങനെയുള്ള നാളുകളിലൊക്കെ ചെയ്യുമ്പോൾ പവർ ഇരട്ടിക്ക് കിട്ടും. ദിവസവും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഈ മന്ത്രം എഴുതുന്നതിന്റെ സൈഡിലായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. ശരിയാ? ഇപ്പോ വാരാഹി അമ്മനെ എടുത്ത് നോക്കിയാൽ നമ്മൾ സൂര്യാസ്തമനത്തിന് ശേഷമല്ലേ അമ്മയെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദക്ഷിണകാളി അമ്മനെ സൂര്യാസ്തമനത്തിന് ശേഷം പ്രാർത്ഥിക്കുക എന്നത് ഭയങ്കര പവർഫുള്ള്. പിന്നെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്, ഒന്നും പ്രശ്നമില്ല. ഇനി ഈ മന്ത്രമെല്ലാം നമ്മൾ ചൊല്ലി തീർത്തല്ലോ. ഇനി ലാസ്റ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ലെമൺ വേണമെന്ന്, ചെറുനാരങ്ങ, എലുമ്പിച്ചപ്പഴം, ഒരു എലുമ്പിച്ചപ്പഴം നിങ്ങൾ എടുത്തോളുക. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ വഴിപാടെല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഒരു കാണിക്ക വയ്ക്കുന്നതിന്, ഈ ദൈവത്തിന് നമ്മൾ ഒരു കാണിക്ക വയ്ക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ വഴിപൂജ എന്നാണ് പറയുന്നത്. അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫലം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സൈവബലി എന്ന് പറയുന്നത്. സൈവബലി മീൻസ് വെജിറ്റേറിയൻ ബലി, സസ്യബലി എന്ന് പറയാം. പംകിൻ വെച്ചോ ഇല്ലെങ്കിൽ ലെമൺ വെച്ചോ ചെയ്യുന്നത്. നിങ്ങൾ ലെമൺ എടുത്തോളുക, ലെമൺ ഇല്ലാത്തവർ പംകിനും എടുത്തോളുക, ഒന്നും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാല് നിങ്ങളുടെ വഴിപാടെല്ലാം തീർത്ത് എല്ലാം 11 തവണ അമ്മനോട് മന്ത്രവും ചൊല്ലി കഴിഞ്ഞ് വഴിപാട് തീർത്തതിന് ശേഷം ലാസ്റ്റില് ഇത് ചെയ്തോളുക. ലാസ്റ്റ് ചെയ്യുമ്പോൾ ഈ ലെമണിന്, ഈ നാരങ്ങ ഉണ്ടല്ലോ, ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ലെമണില് കുങ്കുമം തടവിയിട്ട് അത് നമ്മൾ വെച്ചില്ലേ ഇടിഞ്ഞില് വിളക്കിന് മുന്നേ ഒരു 5 നിമിഷം വെച്ചോളുക. എന്നതിന് ശേഷം ഇത് എടുത്തുകൊണ്ടുപോയി കാൽപാടത്തടത്തിലേക്ക് വലിച്ചെറിഞ്ഞോളുക. ശരിയാ? മുക്കലിനായിരിക്കുമല്ലേ, അങ്ങോട്ട് വലിച്ചെറിഞ്ഞോളുക. ശരിയാ? ഒരു കാരണവശാലും അത് വീട്ടിൽ വെക്കാൻ പാടില്ല, തൂക്കിയേ പോട്ടിടണം. നിങ്ങൾക്ക് അന്ന് രാത്രിയെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല വെച്ചാല് പിറ്റേ ദിവസം രാവിലെ തന്നെ നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ എടുത്തോണ്ട് പോയി കളഞ്ഞോളുക. വീട്ടില് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ആള് തന്നെ അത് ചെയ്യണമെന്നില്ല. ഇപ്പൊ ആരാണ് ആദ്യം വെളിയിൽ പോകുന്നവര് കൊണ്ടുപോയി തൂക്കി വീശിയിടുക. ശരിയാ? അതായത് ഇത് എന്ത് പറയുന്ന വെച്ചാല് ദേവർകളും ഋഷികളും കൂടെ താങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നാല്, അതായത് അവർക്ക് അത് സമാളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാല് ഈ ദക്ഷിണകാളി അമ്മനിക്കിട്ട് അവര് പോവുമെന്ന്. ദക്ഷിണകാളി വന്നോ, അവരവരുടെ വേല മുടിച്ചോ, അവര് പോയിട്ടേയിരിക്കും. വന്നു, അവരവരുടെ കാര്യം തീർത്തു, അവര് തിരിച്ചങ്ങ് പോകും. അങ്ങനെയുള്ള ഒരു സൂപ്പർ പവർ മെത്തേഡ്. ആരും ഇത് മിസ് ചെയ്യരുത്. ഇത് നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫലം വരുമ്പോഴേ അതിന്റെ ഒരു എന്താ പറയുക, ഈ സൂപ്പർ പവർ എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് ഒത്തിരി കഷ്ടത്തിലിരിക്കുന്നവരാണെങ്കിൽ എന്ത് വഴിയെന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ മുന്നേ ഒന്നും തെളിഞ്ഞു വരുന്നില്ല വെച്ചാല് നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കൂടെ എനിക്ക് അറിയില്ല, അങ്ങനത്തെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നവര് ദക്ഷിണകാളി വഴിപാട് ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ചെയ്തോളുക. തീർച്ചയായിട്ടും ചെയ്യണം. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വന്ന് കിട്ടുന്നതാണ്. വിശ്വാസത്തോടെ നിങ്ങൾ മനസ്സിൽ നല്ല ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ ഇവരെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. എത്ര അളവിന് നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കുന്നുവോ അത്രയും പവർഫുൾ ആയിട്ട് നമുക്ക് ചെയ്തു തരും. ശരിയാ? തെറ്റ് ചെയ്തവർക്ക് പണിഷ്മെന്റ് തീർച്ച. ശരിയാ? സന്തോഷത്തോടു കൂടെ വന്ന് അവരെ പണിഷ്മെന്റ് ചെയ്തിട്ട് പോവും. നമ്മുടെ അവസ്ഥ, നമ്മളുടെ തലയിൽ വന്ന കാര്യം അത് ഊരിപ്പോവും. നമുക്ക് ഊരിയെടുത്ത് തരും ഈ ദക്ഷിണകാളി അമ്മൻ. ആ പണിഷ്മെന്റ് എന്താ വെച്ചാല് അവരെ ചെയ്ത തെറ്റ് ഞാനാണ് ചെയ്തതെന്ന് ഏറ്റു പറയും. ആ മറ സൈഡിൽ നിൽക്കുന്ന ആള് ഇന്നസെന്റ് ആണ്, അവര് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇവരെ ഏറ്റു പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. ഈ വഴിപാട് സാധാരണ പർട്ടിക്കുലർലി ആര് ചെയ്യുമെന്ന് വെച്ചാല് വലിയ വലിയ ബിസിനസ്മാൻ,
തൊഴിലൊക്കെ ചെയ്യുന്നവരില്ലേ. കാരണം അവർക്ക് ചുറ്റിലുമേ ഭയങ്കര എനിമീസ് ആയിരിക്കും. ബിസിനസ് വളരാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ചിന്തയിലുള്ളവര്. അവര് ചെയ്യും. ബിസിനസ് എന്ന് നമ്മൾ ഇറങ്ങിയാലേ നിറയെ ശത്രുക്കളാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവര് ദക്ഷിണകാളി അമ്മനെ അവര് വഴിപെട്ടിട്ടേയിരിക്കും. ജലസായിരിക്കുന്നവര്, എതിരികളുടെ നമുക്ക് എഗനിസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒത്തിരി കൂടുതലായിരിക്കുന്നവരൊക്കെ ഇത് വഴിപെട്ടിട്ടേയിരിക്കും. അങ്ങനെ നമുക്ക് എതിരുകൾ ഇല്ലാതാവണം, നമ്മുടെ എതിരുകളുടെ ശല്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ദക്ഷിണകാളി അമ്മനിക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയിരിക്കുന്നത്. അമ്മ സന്തോഷത്തോടു കൂടി വന്ന് ചെയ്തു തരും. നിങ്ങൾ കൂടുതൽ ദിവസം ഒന്നും ചെയ്യേണ്ട. മാസത്തിൽ ഒരു തവണ എന്തെങ്കിലും ഒരു ദിവസം, ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഡേ നിങ്ങൾ ചെയ്തോളുക. ഐ തിങ്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.